ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ബോട്ടിൻ്റെ ലൂണാർ ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ലേറ്റസ്റ്റ് മോഡൽ വാച്ചാണിത്. ഞാൻ 1100 രൂപയ്ക്ക് മേടിച്ചാണ്. ഇത് ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചാണ്, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പം യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഒന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മളത് പെട്ടെന്നൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇടുന്നേ ഉള്ളൂ. 1100 രൂപയുള്ളൂ ഈ വാച്ചിൻ്റെ വില. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ലൂണാർ ഡിസ്കവറി എന്ന് പറഞ്ഞൊരു ലേറ്റസ്റ്റ് മോഡൽ ബോട്ടിൻ്റെ വാച്ചാണ്. 10x10 നാവിഗേഷൻ ബിൽഡിനായിട്ടുണ്ട്. ഇവരുടെ തന്നെ ഒരു മാപ്സ് മൈ ഇന്ത്യയുടെ ഒരു ആപ്പ് വഴിയുള്ള ഇവരുടെ തന്നെ 10x10 നാവിഗേഷൻ ഉള്ള ഒരു ആപ്പാണ്, ഗൂഗിൾ മാപ്പല്ല. ഇതിന് മറ്റ് ഫീച്ചേഴ്സ് 700 ആക്റ്റീവ് മോഡ്സ് ഉണ്ട്, ക്രസ്റ്റിൻ്റെ വയസ്സാണ്, ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, IP67 ആണിത്. പിന്നെ QR കോഡിൻ്റെ ഒരു ഹബ്ബുണ്ട്. നമുക്ക് QR കോഡ് സേവ് ചെയ്ത് വെക്കാം. വാച്ച് നമുക്ക് QR കോഡ് കാണിച്ചാൽ സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റും. മറ്റ് ആൾക്കാർക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റോളീന് 1100 രൂപ കിട്ടുന്നതാണ്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചപ്പോൾ ഒരു 50 രൂപയുടെ ഡിസ്കൗണ്ട് കണ്ട് അഡീഷണലായിട്ട് കിട്ടിയ ഒരു ക്രെഡിറ്റ് കാർഡ് വഴി അങ്ങനെ 1050 കിട്ടി. 1100 ഇതിൻ്റെ വില. MRP ഒക്കെ വലിയ വിലയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല. 1100 രൂപയുള്ള വാച്ചിൻ്റെ വില. ഒന്ന് തുറന്നു നോക്കാം. ചാർജർ കേബിളുണ്ട്, വാച്ചുണ്ട്, കുറേ ലീഫ്ലെറ്റ്സ് ഉണ്ട്, ബോട്ടിൻ്റെ കുറേ പരസ്യങ്ങളൊക്കെയാണ്. യൂസർ മാനുവലുണ്ട്. ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ സ്വന്തം ഉപയോഗത്തിന് മേടിച്ചതാണ്, അതുകൊണ്ട് ഒരു പെയ്ഡ് റിവ്യൂ ഒന്നുമല്ല. അത്യാവശ്യം നീളമുള്ളൊരു ചാർജർ കേബിൾ കിട്ടിയിട്ട് നമുക്ക് കുത്തിയാൽ ഏകദേശം ഇവിടം വരെ കിട്ടും. ഒരു 1.5 അടി 2 അടി അടുത്തുണ്ട്. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പ്, ബോട്ടിൻ്റെ ക്രസ്റ്റ് ആപ്പ്. ഒന്ന് പെയർ ചെയ്യാൻ കൊടുക്കുവാണ്. ലൂണാർ ഡിസ്കവറി എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മളിതൊന്ന് ഓൺ ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യാണ്. ഉണ്ടായിരുന്നു. ഈ QR കോഡാണ് ഈ ആപ്പിൽ സ്കാൻ ചെയ്യേണ്ടത്. ഓൺ ചെയ്യുമ്പോൾ ഫുൾ ചാർജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ബാറ്ററി ഒപ്റ്റിമൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പം ഒരാഴ്ച പവർ കിട്ടുമെന്നാണ് ഇത് പറയുന്നത്. ബ്ലൂടൂത്ത് കോളിങ്ങിൽ 2-3 ദിവസം കിട്ടുമായിരിക്കും. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. ഫേംവെയർ അപ്ഡേറ്റ് പറയുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്തേക്കാം. എക്സ്റ്റിമേഷൻ 49, 0.45 ആണ്. 49 അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 40% ചാർജ് മിനിമം വേണമെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഫുൾ ചാർജ് ഉണ്ടല്ലോ. നമ്മൾ ബ്ലൂ ആണ് മേടിച്ചത്, ബ്ലാക്ക് അവൈലബിൾ ആണ്. അതുപോലെ മെറ്റൽ സ്ട്രാപ്പിൻ്റെ മോഡൽ അവൈലബിൾ ആണ്. മെറ്റൽ സ്ട്രാപ്പിന് 100-150 രൂപ കണ്ട് കൂടുതലുണ്ട്. ഇവിടെ ഫേംവെയർ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ വാച്ചിൽ അതിൻ്റെ സിമ്പിളൊന്നും കാണിക്കുന്നില്ല, കഴിഞ്ഞ പോലെ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ക്ലോസ് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എല്ലാം കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. ബ്ലൂടൂത്ത് കോളിങ് 97% വാച്ചിന് ചാർജ് ഉണ്ട്. 3% എടുത്തു അപ്ഡേറ്റിൻ്റെ സമയത്ത്. 100% ഉണ്ടായിരുന്നു. നമ്മൾ ഗൂഗിൾ ഫിറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്യാമെന്ന് പറയുന്നത്. വാച്ചിൻ്റെ ഫേസൊക്കെ കസ്റ്റമൈസ് ചെയ്യാം ചേഞ്ച് ചെയ്തിട്ട്. ഇതാണ് കിടക്കുന്നത്. ടൈം ഇപ്പം സിങ്ക് ആയിട്ടുണ്ട്. വാച്ചിൻ്റെ സെറ്റിങ്സിൽ കണക്റ്റഡ് ആണ്. വാച്ചിൻ്റെ ഫീച്ചേഴ്സ് QR ട്രേ ഉണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. QR കോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിടാം. നമ്മുടെ QR കോഡുകൾ നമുക്ക് പേയ്മെൻറ്റൊക്കെ ആർക്കെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ അതിന് വേണ്ടി അലാറം ഉണ്ട്, സഡൻലിയുള്ളത് റിമൈൻഡർ ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ്, ഫൈൻ വാച്ച്, വെതർ സെറ്റിംഗ്, നോട്ടിഫിക്കേഷൻ ഉണ്ട്.
ഫോണിൻ്റെയും മെസ്സേജിൻ്റെയൊക്കെ. ഇതാണ് ടേൺ ബൈ ടേൺ നാവിഗേഷൻ. ഇത് പ്രസ് ചെയ്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഇത് ഫങ്ഷണൽ ക്രൗണാണ്. ഇപ്പം സെറ്റിങ്സ് എടുത്തു, എന്നിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യണം. സ്ക്രോൾ ചെയ്യാൻ മുകളിലോട്ടായിട്ട് സ്ക്രോൾ ചെയ്യാൻ ഇത് പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊണ്ട് ചെയ്യുന്നതിന് പകരം ക്യാമറ കൺട്രോൾ ഉണ്ട്. നമുക്ക് എഴുതുന്ന ക്യാമറ ക്ലിക്ക് ചെയ്യാൻ കൊടുക്കാം. മ്യൂസിക് കൺട്രോൾ, വോയിസ് അസിസ്റ്റൻ്റ്, എന്നിട്ട് വേറെ നോട്ടിഫിക്കേഷൻ, റിമൈൻഡർ, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഫ്ലാഷ് ലൈറ്റ് ഇവിടെ ഇങ്ങനെ. ഫൈൻഡ് മൈ ഫോൺ സെറ്റിങ്സിൽ വാച്ച് ഫീസ് മാറാം. കുറച്ച് വാച്ച് ഫീസസ് ഇതിൻ്റെ അകത്തുണ്ട്. കൂടുതലാണെങ്കിൽ നമ്മൾ മൊബൈൽ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പം സ്പോർട്സിൻ്റെയൊക്കെ സ്കോർ നോക്കി എനേബിൾ ചെയ്യാൻ പറ്റും ലൈവ് ഫീഡായിട്ട്. പല പല കാര്യങ്ങൾ നാവിഗേഷൻ ഗൂഗിൾ മാപ്പിന് പകരമുള്ള ഇതിൻ്റെ അകത്തുള്ള സംഭവമാണ്. പിന്നെ QR കോഡ്, ഇതിൻ്റെ നമുക്ക് QR കോഡ് അപ്ലോഡ് ചെയ്യാം. ഇത് മറ്റേ മൊബൈൽ ആപ്പ് വഴി ചെയ്യാം. പിന്നെ കോള് ആക്ടിവിറ്റീസൊക്കെ കിട്ടും. SPO2 ഉണ്ട്. ഇതൊക്കെ റീഡിങ് എത്രമാത്രം കറക്റ്റാണെന്ന് നമുക്കറിയത്തില്ല. ക്യാമറ കൺട്രോൾ ഉണ്ട്, മ്യൂസിക് കൺട്രോൾ ഉണ്ട്, വോയിസ് അസിസ്റ്റൻ്റ്, വെതർ, അലാറം, നോട്ടിഫിക്കേഷൻസ്, റിമൈൻഡർ, സ്റ്റോപ്പ് വാച്ച്, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. ജസ്റ്റ് വൈബ്രേഷൻ, ടൈം, ബാറ്ററി സേവർ മോഡ്. അപ്പോൾ ഇത് ബ്രൈറ്റ്നസ്സൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ നേരം ബാറ്ററി കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. ബാറ്ററി തീരാറാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ബാറ്ററി സേവർ മോഡിലോട്ടൊന്ന് മാറ്റിയാൽ ഒന്നൊന്നര ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. മൊത്തം 7 ദിവസം കിട്ടുമെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്കന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അതെങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പം ഇത്രയുള്ള ഈ വാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മളിനി ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു റിവ്യൂ പോലെ മറ്റൊരു വീഡിയോ അല്ല ഷോർട്സോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നതായിരിക്കും. എങ്ങനെയുണ്ട് ബാറ്ററി ലൈഫിനെ പറ്റിയും ഉള്ള കാര്യങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് ഈ ഓരോ ആപ്പൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിച്ച് പറ്റിയിട്ടിരിക്കാമെന്നുള്ളത്.